നമസ്കാരം. സുഭാഷിതം. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. ഭഗവത്ഗീതയിലെ ഒരു സുഭാഷിതമാണിത്. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും ചണ്ടാലനെയും ഈ സമസ്ത പ്രപഞ്ചത്തെ തന്നെയും സമഭാവനയോടെ കാണുന്നവരാണ് പണ്ഡിതന്മാർ എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണൻ. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ബ്രഹ്മം അറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ജ്ഞാനമുള്ള ഒരാളാണ്. ബ്രഹ്മത്തെ കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ ബ്രാഹ്മണനാകാൻ പറ്റുകയുള്ളൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണൻ. പിന്നെ പശു എന്നുള്ളത് നമ്മൾ പശുവായിട്ട് തന്നെ കാണണം. കാരണം പശുവിനെയാണ് ഇവിടെ അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരർത്ഥത്തിലാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഒരു മൃഗം എന്നുള്ളതിൽ ഉപരി പശുവിനെ അതിൻ്റേതായിട്ടുള്ള അംഗീകാരത്തോടുകൂടി പശുവിനെയും, പിന്നെ ആനയെയും, ശ്വാന എന്ന നായയെയും ചണ്ടാലനെയും. അപ്പോൾ യാതൊരു വിധമായ ഏറുകൃത്യമോ ഇല്ലാതെ സമസ്ത പ്രപഞ്ചത്തെ തന്നെയും. അപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ സർവചരാചരങ്ങളെയും സമഭാവനയോടുകൂടി സമമായി കാണുന്ന, അവിടെ വ്യത്യസ്തമില്ലാത്ത ചിന്തയോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരാളാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. എല്ലാവരെയും സർവചരാചരങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാൾക്ക് മാത്രമേ പണ്ഡിതനാകാൻ പറ്റുകയുള്ളൂ എന്ന് സുഭാഷിതം ഇവിടെ സൂചിപ്പിക്കുന്നു. നമസ്തേ.